പിന്നുള്ളൊരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെടികൾ പൂവിട്ട് കായ് ആവുന്ന ടൈമിൽ ചെടികൾക്ക് നല്ല രീതിയിൽ പൊട്ടാസ്യം കിട്ടണം. പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോഴും ഇതേപോലെ തന്നെ കൊഴിഞ്ഞു പോകും. ഇതിപ്പോൾ കണ്ടില്ലേ, ഇവിടെയൊക്കെ പൂവിട്ട് നല്ല രീതിയിൽ കായ്. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ള ഒരു 3 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ള, ഞാൻ ഇതിനു മുന്നേ SOPൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. SOP എന്ന് പറഞ്ഞാൽ വളത്തെ കുറിച്ചിട്ട്, സൾഫേറ്റ് ഓഫ് പൊട്ടാസ്യത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ ഒരു ഫോളിയറായിട്ട് കൊടുക്കുന്ന ഒരു വളമാണ്. അപ്പോൾ ആ സുഹൃത്ത് ചോദിച്ചിട്ടുള്ള ഇതാണ്. കാരണം നമ്മളെ കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ടല്ലോ, വെച്ചാൽ കപ്പ, അതേപോലെ ഇഞ്ചി, അങ്ങനത്തെ കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് ഈ SOP നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പൊട്ടാസ്യം നമ്മൾ കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ, നമ്മളെ കായകൾ നല്ല രീതിയിൽ വലുപ്പം വെക്കാനും അതിൻ്റെതായ ടേസ്റ്റിലും അതിൻ്റെതായ കളറിലൊക്കെ നമുക്ക് കായകൾ കിട്ടാൻ വേണ്ടിയിട്ടും ആ ഒരു ടൈമിൽ ചെടിക്ക് കറക്റ്റായിട്ട് പൊട്ടാസ്യം പോഷകം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ടാസ്യം കൊടുക്കുന്നത്. പൂവിട്ട് കായ് ആവുന്ന ഒരു സമയത്താണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങൾക്കും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അത് വെച്ചാൽ കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കപ്പക്കാണെങ്കിലും ഇഞ്ചിക്കാണെങ്കിലും മഞ്ഞളിനാണെങ്കിലും ഏതിനാണെങ്കിലും നമുക്ക് ഇലകളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് കൊടുക്കേണ്ട അളവ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കപ്പൊക്കെ നട്ടാന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം ഒന്ന് മുളച്ച് പാകമാണ്. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നൈട്രജൻ കൊടുക്കുക. പിന്നെ അത്യാവശ്യം ഒരു പാകമായിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞാൽ നമുക്ക് പൊട്ടാസ്യം ഈ SOP മാസത്തിൽ ഒരു തവണ വെച്ചിട്ടൊക്കെ നമുക്ക് 2 ഗ്രാമോ 3 ഗ്രാമോ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടൊക്കെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നീട് അതിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് മാസത്തിൽ 2 തവണ ആയിട്ടോ 3 തവണ ആയിട്ടോ 4 തവണ വരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതിപ്പോൾ നമ്മൾ മറ്റ് ഫ്രൂട്ട് പ്ലാന്റിനാണെങ്കിലും അതേ രൂപത്തിൽ തന്നെയാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ മാസത്തിൽ ഒരു തവണ, പിന്നെ 15 ദിവസത്തിൽ, പിന്നെ കായ് അത്യാവശ്യം ഒരു പാകമായി വരുമ്പോൾ ചെറിയ കണ്ണിൽ നിന്ന് വിട്ട് വരുന്ന ടൈമിലൊക്കെ അതിന് പൊട്ടാസ്യം കൂടുതലായിട്ട് ആവശ്യം വരും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒരു തവണ 2 ഗ്രാം വെച്ചിട്ട് എന്നുള്ള രൂപത്തിലൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. ഇനിയിപ്പം രാസവളം മണ്ണിൽ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ SOP കലക്കിയിട്ട് ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാനും പറ്റുന്നതാണ്. അതേപോലെ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി കൊടുക്കാനും പറ്റുന്നതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, ഒരു സുഹൃത്ത് ചോദിച്ച കമൻ്റ് അല്ല കേട്ടോ, ഒന്നിലധികം പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ, ഞാനൊരു 3-4 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. അയച്ചാൽ നമ്മൾ എപ്സം സാൾട്ടും മഗ്നീഷ്യം സൾഫേറ്റും ഒന്നാണോ എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, എപ്സം സാൾട്ട് ജൈവവും മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് രാസമാണെന്നുള്ളത്. രണ്ടിലും സെയിം കണ്ടന്റ് തന്നെയാണ് അടങ്ങിയിട്ടുള്ളത്. അയച്ചാൽ സൾഫറും മഗ്നീഷ്യം തന്നെയാണ് അടങ്ങിയിട്ടുള്ളത് രണ്ടിലും. പക്ഷേ രണ്ടും രണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര്, ഒരുപാട് എന്ന് പറഞ്ഞാൽ 4-5 ആൾക്കാരോളം ഇത് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്, അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് തെറ്റാണ്, ഇത് പൊട്ടത്തരാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, നമ്മൾ എപ്സം സാൾട്ടാണ് ജൈവമാണെന്ന് വിചാരിച്ചിട്ട് ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന പലരും ഈ മഗ്നീഷ്യം സൾഫേറ്റ് വാങ്ങിയിട്ട് മണ്ണിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരറിയുന്നില്ല ഇത് രാസമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഒന്നല്ല എന്നുള്ളത് നിങ്ങൾക്ക് നെറ്റിൽ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്, ഗൂഗിളിൽ എന്താണ് കാണിക്കുക എന്നുള്ളത് ഇതിൽ ഫോട്ടോ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. അടുത്തതായിട്ട് ഞാൻ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ എപ്സം സാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ട് എടുക്കുന്നത്. വെച്ചാൽ ഇംഗ്ലണ്ടിലുള്ള എപ്സം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഖനനം ചെയ്തെടുക്കുന്നതാണ് ഈ എപ്സം സാൾട്ട്. അപ്പോൾ ഇത് ഖനനം ചെയ്തെടുക്കുന്നതിനെ കൊണ്ട് തന്നെ അത്യാവശ്യം വില ഇതിന് വരുന്നുണ്ട് കേട്ടോ. ഇത് മെയിനായിട്ട് കോസ്മെറ്റിക്സ്, അതേപോലെ ഫുഡ്, അതേപോലെ അഗ്രികൾച്ചറിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നാച്ചുറൽ ആയിട്ട് എടുക്കുന്നതാണ്, ജൈവമാണ്, പൂർണ്ണമായിട്ടും ജൈവമായിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഖനനം ചെയ്തെടുക്കുന്നതിനെ കൊണ്ട് ഇതിൽ ഇപ്പോൾ സൾഫർ എത്ര ഉണ്ട്, അതേപോലെ മഗ്നീഷ്യം എത്ര ഉണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. കാരണം ഓരോ പ്രാവശ്യം എടുക്കുന്നതിലും ഇതിൽ അടങ്ങിയിട്ടുള്ള മൂലകത്തിൻ്റെ പെർസെൻറ്റേജിൽ വ്യത്യാസം വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മൾ റോക്ക് ഫോസ്ഫേറ്റ് വാങ്ങുമല്ലോ. ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നാണെങ്കിൽ രാജ് ഫോക്സ് എന്നും, അതേപോലെ UP നിന്ന് എടുക്കുന്നതിന് മസൂർ ഫോക്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൽ ഫോസ്ഫറസ് എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ള കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല, കാരണം ഇത് ഖനനം ചെയ്തെടുക്കുന്നതിനെ കൊണ്ടാണ്. അതേ സ്ഥാനത്ത് നമുക്ക് ഇവിടെ കൃഷിക്ക് വില കുറഞ്ഞിട്ട് എപ്സം സാൾട്ട് എന്ന് പറഞ്ഞിട്ട് മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞ് കിട്ടുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ രാസരൂപത്തിൽ ഉണ്ടാക്കുന്നതാണ്. അതിലും മഗ്നീഷ്യം സൾഫറും തന്നെയാണ്, എപ്സം സാൾട്ടിലും മഗ്നീഷ്യം സൾഫറും തന്നെ. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ സോഡിയം ക്ലോറൈഡ്, നമ്മളിപ്പോൾ കറി പാചകം ചെയ്യാൻ ഉപ്പിടുന്നുണ്ട്, അത് സോഡിയം ക്ലോറൈഡാണ്. അതേപോലെ കൃഷിക്ക് സോഡിയം ക്ലോറൈഡ്, ചളി ആയിട്ടുള്ളൊരു സാധനം നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്.
അതും സോഡിയം ക്ലോറൈഡ്. അതേപോലെ നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നമ്മൾ സോഡിയം കുറഞ്ഞാൽ സോഡിയം കയറ്റുന്നുണ്ട്, അതും സോഡിയം ക്ലോറൈഡ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് തന്നെയാണോ, ഉപ്പ് തന്നെയാണോ? അല്ലല്ലോ, ഇതിൻ്റെയൊക്കെ ഗ്രേഡ് വ്യത്യാസമല്ലേ. അതേപോലെ തന്നെയാണ് ഈ എപ്സം സാൾട്ടും അതേപോലെ മഗ്നീഷ്യം സൾഫേറ്റ്. രണ്ടിലും അടങ്ങിയ മൂലകങ്ങൾ ഒന്ന് തന്നെയാണ്, പക്ഷേ സാധനം രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി കൂടുതൽ സംശയമുള്ളവർക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് വിവരം കിട്ടുന്നതുമാണ് കേട്ടോ. ഇനി അടുത്ത പറയാൻ വേണ്ടി പോകുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതെച്ചാൽ കണ്ണിമാങ്ങ അത്യാവശ്യം ഒരു വലുപ്പമെത്തുമ്പോൾ തന്നെ കണ്ണി പൊട്ടിയിട്ട് കൊഴിഞ്ഞു പോകുന്നു. അതിൻ്റെ കാരണം എന്താ? അതേപോലെ പേരക്കയിൽ ഒരുപാട് പേര് പറയുന്നതാണ് പേരക്ക ലേശം ഒരു പാകമാകുമ്പോൾ തന്നെ കണ്ണി പൊട്ടി പൊഴിഞ്ഞു പോകുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്നാണ്. അപ്പോൾ ഞാൻ പല വീഡിയോയിലും ഇതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ പ്രധാനമായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ ചൂട് കൂടുന്ന ടൈമിൽ ഇങ്ങനെ സംഭവിക്കും. അതെച്ചാൽ ചൂട് കൂടുന്ന ടൈമിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കൊടുക്കണം. പ്രത്യേകിച്ച് പോട്ടിലൊക്കെ നട്ടതാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വെള്ളം കൊടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ കുറവ് വരുമ്പോൾ ഈ ചൂട് കൂടുന്ന ടൈമിൽ ഇതേപോലെ പൊട്ടിപ്പോകും. രണ്ടാമത്തെ തന്നെ ഫംഗൽ ഇൻഫെക്ഷനോ അതേപോലെ കീടശല്യങ്ങളോ വന്നാൽ, ഇപ്പോൾ ഈ മൂഞ്ഞൻ്റെ ഒക്കെ ശല്യം നല്ല രീതിയിൽ തണ്ടിൽ വന്നു കഴിഞ്ഞാൽ ആ തണ്ട് പൊട്ടി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഒരു ടൈമിൽ നമ്മൾ ബുവേറിയ കറക്റ്റായിട്ട് ഒരു 4 ദിവസം ഗ്യാപ്പിലൊക്കെ ബുവേറിയ പൗഡർ ആണെങ്കിൽ 20 ഗ്രാം, ലിക്വിഡ് ആണെങ്കിൽ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ ആ രീതിയിൽ കൊയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് തടയാൻ വേണ്ടി പറ്റും. പിന്നുള്ളൊരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ചെടികൾ പൂവിട്ട് കായ് ആവുന്ന ടൈമിൽ ചെടികൾക്ക് നല്ല രീതിയിൽ പൊട്ടാസ്യം കിട്ടണം. എന്നുവെച്ചാൽ പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോഴും ഇതേപോലെ തന്നെ കൊഴിഞ്ഞു പോകും. ഇതിപ്പോൾ കണ്ടില്ലേ, ഇവിടെയൊക്കെ പൂവിട്ട് നല്ല രീതിയിൽ കായായി വരുമായിരുന്നു, ഇത് കൊഴിഞ്ഞു പോകേണ്ടതാണ്. ഇതിപ്പോൾ തണ്ടൊടിഞ്ഞ് വീണ് കിടക്കുകയാണ്. ഇത് മൂട് കണ്ടില്ലേ ഇങ്ങനെ ആയി വരുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ പൊട്ടാസ്യത്തിൻ്റെ കുറവല്ല, ഇത് ബോറോണിൻ്റെ ഡെഫിഷ്യൻസിയാണ് കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ടും പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വരുന്ന ടൈമിൽ ഇതേപോലെ കൊഴിഞ്ഞു പോകും. അതേപോലെ ഈ പൂവിട്ട് കായ് ആവുന്ന ടൈമിലാണ് ചെടികൾക്ക് സൂക്ഷ്മ മൂലകൾ കറക്റ്റായിട്ട് വേണ്ടത്. അതിൽ പ്രധാനിയാണ് ബോറോൺ. അപ്പോൾ ബോറോണിൻ്റെ ഡെഫിഷ്യൻസി വരുന്ന ടൈമിലും ഇതേപോലെ തന്നെ തണ്ടൊടിഞ്ഞിട്ട് കായ് കൊഴിഞ്ഞു പോകും കേട്ടോ. പലരും ചോദിക്കുന്നതാണ് പേരക്ക പൂടുന്നുണ്ട് കായ് ആവുന്നുണ്ട് പക്ഷെ കായ് കൊഴിഞ്ഞു പോകും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം കേട്ടോ. ഇപ്പം മാങ്ങയിലാണെങ്കിലും പേരക്കയിലാണെങ്കിലും മറ്റേത് ഫ്രൂട്ടിലാണെങ്കിലും ഇതേപോലെ കണ്ണി ആവുന്ന ടൈമിൽ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ കാരണം ഇതൊക്കെയാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചൂട് കൂടുതലായാലും ഇതേപോലെ കൊഴിഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ ചൂട് കൂടുതലാവുന്ന ടൈമിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെള്ളം നല്ല രീതിയിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളം അമിതമായാലും ഇതേപോലത്തെ ഗ്രോ ബാഗിലോ പോട്ടിലോ വെള്ളം അമിതമായി കഴിഞ്ഞാലും ഇതേപോലെ കൊഴിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ വെള്ളം ഒരു കാരണവശാലും അമിതമാവരുത്. നമ്മളിപ്പോൾ ചുവട്ടിൽ തൊട്ടൊക്കെ ഈർപ്പം നിലനിൽക്കുന്ന രൂപത്തിൽ മാത്രം വെള്ളം ഉണ്ടായാൽ മതി. വെള്ളം കെട്ടി നിൽക്കുന്ന രൂപത്തിൽ ഒരു കാരണവശാലും വെള്ളം കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്